അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഡെവലപ്മെന്റൽ സൈക്കോളജിയുടെ കുറച്ച് പോർഷൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്റലിജൻസിനും ബാക്കി കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, CUTക്ക് വേണ്ടിയിട്ട് ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്ലാസ്സസ് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്, എക്സാംസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പടി മുന്നിലായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെവലപ്മെന്റൽ സൈക്കോളജിയാണ്. ഡെവലപ്മെന്റൽ സൈക്കോളജിയിലെ ദ ഫേമസ് സൈക്കോ സോഷ്യൽ തിയറിയാണ്, സൈക്കോ സോഷ്യൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ആരായിരുന്നു സൈക്കോ സോഷ്യൽ തിയറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്? എറിക് എറിക്സൺ. യെസ്. അപ്പോൾ ഫ്രോയിഡിൻ്റെ എക്സ്പ്ലാനേഷൻ ആയിട്ട് അദ്ദേഹം ചെയ്തിരുന്ന എറിക് എറിക്സന്റെ തിയറിയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്, സൈക്കോ സോഷ്യൽ തിയറീസ് അല്ലേ. അപ്പോൾ എന്താണ് എന്നുള്ളത് നോക്കാം. നമ്മൾ ജനിക്കുന്നത് മുതൽ ഒരു കുട്ടിയായി ഒരു വൂമ്പിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് മുതൽ നമുക്ക് വളർച്ചയുണ്ട് അല്ലേ. അങ്ങനെ നമ്മൾ മരിക്കുന്നിടത്തോളം വരെ ഡെവലപ്മെന്റ് ഉണ്ട്. എന്താണ്, നമ്മളൊരു ഡെവലപ്മെന്റിന്റെ ഡെഫിനേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എവിടെയും സ്റ്റിക്ക് ചെയ്യുന്നതല്ല അല്ലേ. അപ് ടു ഒരു സ്റ്റേജിൽ നമ്മളിങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. അതർ സ്റ്റേജിൽ ഒരു അപ് ടു ഒരു ഒപ്റ്റിമൽ ലെവൽ എത്തുമ്പോൾ പിന്നെ അത് ഡിക്ലൈൻ ചെയ്യുന്നതാണ്. ഡിക്ലൈൻ ചെയ്യുന്നതും ഒരു തരത്തിൽ ഡെവലപ്മെന്റ് ആണ്. അങ്ങനെയാണ് നമ്മൾ ഡെവലപ്മെന്റിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് അതിൽ ഡീറ്റെയിൽ ആയിട്ട് ആ തിയറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണ് ആ തിയറി എന്ന് മാത്രമേ ഇന്ന് പറയുന്നുള്ളൂ. ടു ദ പോയിന്റ്, ടു ദ കണ്ടന്റ് ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത് കേട്ടോ. സോ വി ക്യാൻ സ്റ്റാർട്ട്. ഇതാണ് നമ്മുടെ എറിക് എറിക്സൺ. ഇദ്ദേഹമാണ് നമ്മൾക്ക് ഇത്തരം ഒരു തിയറിയെ കോൺട്രിബ്യൂട്ട് ചെയ്തത്. എറിക് എറിക്സന്റെ തിയറിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എക്സ്പാൻഡഡ് ഓൺ ഫ്രൂയിഡ്സ് തിയറി. ഫ്രൂയിഡിന്റെ തിയറി എന്തായിരുന്നു ഡെവലപ്മെന്റിൽ ഫ്രൂയിഡിന്റെ തിയറി? സൈക്കോസോഷ്യൽ സ്റ്റേജസ് അല്ലേ. ആനുവൽ സ്റ്റേജിനെയും ഫാലിക് സ്റ്റേജിനെയും ജാനറ്റൽ സ്റ്റേജിനെയും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരും ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനും ഉള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സൈക്കോസോഷ്യൽ സ്റ്റേജിനെ കുറിച്ചാണ്. അപ്പോൾ ബിലീവ് ദാറ്റ് ഇദ്ദേഹം എന്തായിരുന്നു ഫ്രോയിഡിന്റെ തിയറിന്ന് ഈ ഒരു എറിക്സന്റെ തിയറിയിൽ ഉണ്ടായിരുന്ന ഡിഫറൻസ് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ഫസ്റ്റ് പാർട്ട് അദ്ദേഹം ബിലീവ് ചെയ്തു ഡെവലപ്മെന്റ് ഈസ് ലൈഫ് ലോങ്. സൈക്കോസെക്ഷൽ സ്റ്റേജസിൽ നമ്മൾ എവിടെ വരെയാണ് സ്റ്റേജ് പഠിച്ചിട്ടുള്ളത്? ജനൈറ്റിൽ പറയും, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറയണേ പ്യൂബേർട്ടി ആൻഡ് ഓൺവേർഡ്സ്, ഇങ്ങനെ പറഞ്ഞു നിർത്തുകയാണ്. അപ്പം ബാക്കിയുള്ളതിനെ കൃത്യമായിട്ട് ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ടേമുകൾ വെച്ചിട്ടോ അല്ലെങ്കിൽ അതർ ടെർമിനോളജീസോ എന്താണ് എക്സ്പ്ലനേഷൻ എന്നൊന്നും പറഞ്ഞിട്ട് ഫ്രോയിഡ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവിടെയാണ് എറിക് എറിക്സന്റെ തിയറി വരുന്നത്. എറിക്സൺ എന്താണ് പറയുന്നത്? ഡെവലപ്മെന്റ് ലൈഫ് ലോങ് ആണ്, ലൈഫ് ലോങ് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഡെവലപ്മെന്റ് എന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് പോർഷൻ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ നോട്ട് ചെയ്യേണ്ട ഒരു പോർഷൻ ആണ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് ആണ് എന്ന് പറഞ്ഞത് ആരാണ്? ഡെവലപ്മെന്റ് ഈസ് ലൈഫ് ലോങ് പറഞ്ഞ ആള് ഈ രാജാവാണ്, എറിക് എറിക്സൺ ആണ്. നമ്മളോട് ലൈഫ് ലോങ് ആയിട്ട് വരുന്നൊരു സംഭവമാണ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു വെച്ചത് ആദ്യമായിട്ട് ഇദ്ദേഹമായിരുന്നു. യെസ്. ദെൻ ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഇദ്ദേഹം പറഞ്ഞതെന്നുള്ളതാണ്. ഡീറ്റെയിൽ ആയിട്ട് ആ തിയറിയുടെ ഒരു വൺ ലൈനിൽ നമ്മൾ ക്ലിയർ ആയിട്ടൊരു ഐഡിയ പോവുകയാണ്. അപ്പം ഇതിൻ്റെ ഏതെങ്കിലും ഒരു കോണെന്നായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നുണ്ടാവുക. ഇങ്ങനെ പറഞ്ഞത് ആര്, ഇങ്ങനെ ഒരു ടേം, ഇങ്ങനെ ഒരു കോൺസെപ്റ്റ്, ഇതൊക്കെ എവിടെ നിന്നാണ് വന്നത്, ഇങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ നുറുങ്ങ് കാര്യങ്ങൾ പോലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് കൊണ്ട് ചില സെൻറ്റൻസസ് അങ്ങനെ തന്നെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ടാവും. കൃത്യമായിട്ട് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. എംഫസൈസ്ഡ് ദാറ്റ്, എറിക്സൺ എംഫസൈസ് ചെയ്തിട്ടുണ്ട് എന്താണ്? ഈച്ച് സ്റ്റേജസ് നമ്മൾ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. ഇതിൽ നമ്മളൊരു സീരീസ് ഓഫ് സ്റ്റേജസ് തന്നെ പഠിക്കുന്നുണ്ട്. ഫ്രം അതായത് നമ്മൾ ജനിച്ച ഉടനെ ഉള്ളത് മുതൽ മരിക്കുന്നത് വരെയുള്ളതിനെ സ്റ്റേജസ് ആക്കിയിട്ടാണ് ഈ ഒരു തിയറിയിൽ വരുന്നത്. അപ്പം അതിലുള്ള ഓരോ സ്റ്റേജസും ഈച്ച് സ്റ്റേജസ് ദ ചൈൽഡ് അക്വയേഴ്സ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് സ്കിൽസ്. ഇവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ആറ്റിറ്റ്യൂഡ്സിനെയും സ്കിൽസിനെയും അക്വയർ ചെയ്തിട്ടാണ് പോകുന്നത്. സ്കിൽസ് റിസൾട്ടിങ് എന്തിലാണത് റിസൾട്ട് ചെയ്യുന്നുണ്ടാവുക? ഫ്രം സക്സസ്ഫുള്ളി നെഗോഷിയേറ്റിംഗ്. ഓരോ സ്റ്റേജിലെയും സൈക്കോളജിക്കൽ കോൺഫ്ലിക്റ്റുകളെ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ട് പോകാനുള്ള ആറ്റിറ്റ്യൂഡും സ്കില്ലും അക്വയർ ചെയ്തുകൊണ്ടാണ് ഓരോ കുട്ടിയും ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് പോകുന്നുള്ളത്. ഓക്കെ, എന്താണ് പറഞ്ഞു വെച്ചത്? ഈ ഒരു സ്റ്റേജിൽ സൈക്കോസോഷ്യൽ തിയറിയിൽ എറിക്സൺ പറഞ്ഞു വെക്കുന്നത് ഓരോ സ്റ്റേജും കുട്ടി കയറി പടിപടിയായിട്ട് കയറി പോകുമ്പോൾ അവിടെ അവർ പ്രത്യേകമായിട്ട് അക്വയറിങ് സ്കിൽസ്, എന്തിനു വേണ്ടിയിട്ടുള്ള സ്കില്ലാണ്? ഓരോന്നിനും ഓരോ സ്കില്ല് പഠിച്ചിട്ടാണ് അക്വയർ ചെയ്തുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അത് എന്തിൻ്റെതാണ്? സൈക്കോളജിക്കൽ കോൺഫ്ലിക്റ്റിനെ സക്സസ്ഫുള്ളി നെഗോഷിയേറ്റ് ചെയ്ത് അതിനുള്ള ഒരു സ്കില്ല്, നെക്സ്റ്റ് സ്റ്റേജിലേക്കുള്ള സ്കില്ല് അക്വയർ ചെയ്തിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നാണ് എറിക്സന്റെ തിയറി പറയുന്നത്. അപ്പോൾ ഓരോന്നിലും ഓരോരോ കോൺഫ്ലിക്റ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എന്താണ് അതിലെ കോൺഫ്ലിക്റ്റ്? കൃത്യമായിട്ട് എന്ത് സ്കില്ലാണ് അവിടെ ഉണ്ടാവുന്നത്
അതിലൂടെ ഉണ്ടാകുന്ന വേർച്യു എന്താണ് എന്നുള്ളതും കൂടെ നോക്കിയിട്ടാണ് ഇനി നമുക്ക് ആ ഒരു സ്റ്റേജസിനെ ഡിഫൈൻ ചെയ്യാനുള്ളത് കേട്ടോ. ഇത് ക്ലിയർ ആയില്ലേ? ഓരോ സ്കില്ലിനെയും അതുപോലെ ഓരോ സ്റ്റേജിനെയും സക്സസ്ഫുള്ളി നെഗോഷിയേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള സ്കിൽസ് നമ്മൾ പഠിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് പോകുമ്പോൾ നമ്മൾ അത് അക്വയർ ചെയ്തുകൊണ്ടാണ് പോകുന്നത് എന്നാണ് എറിക്സൺ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. സോ ഇനി നമുക്ക് നോക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു കോട്ടാണ്, ലൈഫ് ഈസ് എ സീരീസ് ഓഫ് സ്റ്റേജസ്. ഒരുപാട് സ്റ്റേജസിലൂടെ കടന്നു പോകുന്ന, ഒരുപാട് സീരീസ് ഓഫ് സ്റ്റേജസിലൂടെ കടന്നു പോകുന്ന ഒന്നാണ് ലൈഫ് എന്ന് പറയുന്നത്. എവരിവൺ മസ്റ്റ് പാസ് ത്രൂ ഈച്ച് സ്റ്റേജസ്. എല്ലാ സ്റ്റേജിലൂടെയും എല്ലാവരും കടന്നു പോകണം. അങ്ങനെ ആകുമ്പോൾ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ദ വേ ഇൻ വിച്ച് എ പേഴ്സൺ ഹാൻഡിൽ ഈച്ച് ഓഫ് ദ സ്റ്റേജസ് അഫക്ട് ദ പേഴ്സൺസ് ഐഡൻറ്റിറ്റി ആൻഡ് സെൽഫ് കോൺസെപ്റ്റ്. ഇതിന് എങ്ങനെയാണ്, ഇതൊരു കോർ തീമാണ് കേട്ടോ. എന്താണ് എറിക്സന്റെ തിയറി എന്നുള്ളതിൻ്റെ കോർ തീമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഒരാൾ ഓരോ സ്റ്റേജും കടന്നു പോകുന്നതിലൂടെ അയാൾക്ക് ഉണ്ടാവുന്നത്, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അയാളുടെ ഐഡൻറ്റിറ്റിയും സെൽഫ് കോൺസെപ്റ്റുമാണ്. അയാൾ എങ്ങനെയാണ് അയാളെ തന്നെ മനസ്സിലാക്കുന്നത്, അയാളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു വൺ ലൈൻ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് കോൺസെപ്റ്റ് അവിടെ ഡെവലപ്പ് ആയിക്കൊണ്ടാണ് ഓരോ സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എവരിവൺ മസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. അതിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? ഡെവലപ്മെൻറ്റ് സാധ്യമായി എന്ന് പറഞ്ഞു വെക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ക്ലിയർ? യെസ്. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്, ഏതൊക്കെയാണ് സ്റ്റേജസ് എന്നാണ്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് നമ്മൾക്ക് ഇൻഫാൻസി സ്റ്റേജാണ് വരുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ കറങ്ങി പോകുന്ന ഒരു സർക്കിളാണ് ഇവിടെ ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലും കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാനൊരു ടേബിൾ എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കാം അല്ലേ? കുറച്ചൊരു ക്ലാരിറ്റി കുറവുണ്ട്, നമുക്കത് നോക്കാം. നമുക്ക് നോട്ട് ചെയ്ത് പോകുമ്പോൾ പ്രശ്നം തീർക്കാം. അപ്പം നമ്മൾ ഫസ്റ്റ് വരുന്നത് ഇൻഫാൻസി സ്റ്റേജിലേക്കാണ്. ഈ ഒരു സ്റ്റേജിൽ വരുമ്പോൾ നമ്മുടെ ഏജ് എന്ന് പറയുന്നത് 0 to 18 months. അതായത് നമ്മൾ ജനിച്ച് വീണ ആ സമയം മുതൽ 18 months എന്ന് പറയുമ്പോൾ 1.5 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിനെയാണ് നമ്മൾ ഇൻഫാൻസി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഇൻഫാൻസി സ്റ്റേജിൽ നമുക്ക് വരുന്നത് വെർച്യു എന്ന് പറയുന്നത് ഹോപ്പ്. ഒരു ഹോപ്പാണ് ഒരു കുട്ടിയിൽ ഉണ്ടാവുന്ന വെർച്യു. അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? അയാൾക്ക് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ആണ് അവിടെ ഒരു ക്രൈസിസ് ആയിട്ട് വരുന്നത്. അതായത് ഒരു കുട്ടിക്ക് ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ബേസിക് നീഡ് എന്താണ്? വിശപ്പ്, അമ്മേനെ ഒരു പേടി, കാര്യങ്ങളൊക്കെ അല്ലേ? അപ്പോൾ ഇതിനെയൊക്കെ ആ ഒരു അമ്മയുടെ അച്ഛൻ്റെ ആ ഒരു പ്രസൻസിനെയാണ് ഇവിടെ ഒരു ട്രസ്റ്റിനെ അവരിൽ ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് കിട്ടാൻ അവർക്ക് പറ്റാതെ പോവുകയാണെങ്കിൽ അവർക്കൊരു മിസ്ട്രസ്റ്റ് ഉണ്ടാവും. അതായത് ഒരു ട്രസ്റ്റ്, ലോകത്തിനോട് തന്നെ ഒരു ട്രസ്റ്റ് ഇല്ലാതെ ആയിട്ടായിരിക്കും അവിടെ വളർച്ച മുന്നോട്ട് പോകുന്നുണ്ടാവുക. അവരവിടെ ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റ് എന്താണ്? മിസ്ട്രസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ട്രസ്റ്റാണ് അവിടെ അവർക്കുണ്ടാവുന്ന ഒരു കാര്യം. അത് പറ്റിയിട്ടില്ലെങ്കിൽ, അതായത് അവർ കരയുന്ന സമയത്ത് അമ്മ ഓടിയെത്തി, അപ്പോൾ ആ ഒരു വിളിക്കൊരു ഹോപ്പ് ആരോ ഉണ്ട് നമുക്ക് എന്നുള്ള ആ ഒരു ഹോപ്പ് അതിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അതുപോലെ നമുക്ക് വിശന്നപ്പോൾ നമുക്ക് വിശപ്പ് അടക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് നിന്ന് ഉണ്ടായി, ആ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആ ഒരു സാധനം നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യപ്പെട്ടു. അപ്പോൾ അതിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ആ കുട്ടിയിൽ ഉണ്ടാകുന്ന വേർച്യു എന്ന് പറയുന്നത് ഹോപ്പാണ്. ആ ഹോപ്പാണ് ജീവിതകാലം മുഴുവനും അയാളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഹോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജിലോട്ട് പോവാം. ഫസ്റ്റ് ഇത് ഇൻഫാൻസി സ്റ്റേജ് ആണ്, 0 to 18 months ആണ്. ഹോപ്പാണ് അവിടുത്തെ വെർച്യു. അവിടെ വരുന്ന ക്രൈസിസ് എന്ന് പറയുന്നത് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഏർലി ചൈൽഡ്ഹുഡിലേക്ക് പോയാൽ, ടോട്ടൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഏർലി ചൈൽഡ്ഹുഡ് സ്റ്റേജിലേക്ക് പോവുകയാണ്. അവിടെ നമുക്ക് വരുന്നത് 18 months to 3 years, 3 വയസ്സ് വരെ. ഇവിടം തൊട്ട് 3 വയസ്സ് വരെ, 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള സമയത്തിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ വരുന്ന വേർച്യു എന്ന് പറയുന്നത് വില്ലാണ്. ഒരു വിൽ പവർ, അയാൾക്കൊരു ഇതെനിക്ക് സാധിക്കും എന്നുള്ള ഒരു വില്ല്. ചെറിയ ചെറിയ ഇനീഷ്യേറ്റീവ്സ് ഒക്കെ എടുത്തു തുടങ്ങുന്ന സമയമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. അവിടെ കൃത്യമായിട്ട് നീ അത് എടുക്കല്ലേ, നമ്മളിപ്പോൾ കുട്ടികളോട് പറയില്ലേ, എന്തെങ്കിലും എടുക്കാൻ പോകുമ്പോൾ എടുക്കല്ലേ, പിടിക്കല്ലേ, അനങ്ങല്ലേ, അങ്ങനെ പറയില്ലേ? യെസ്, നമ്മുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെ കുഞ്ഞു കുട്ടികളുണ്ടാവും, നമ്മൾ അങ്ങനെയൊക്കെ പല ജസ്റ്റേഴ്സും കാണിക്കുന്നുണ്ടാവും അവരോട്. അപ്പോൾ അവരൊരു സ്വന്തമായിട്ടുള്ളൊരു വിൽ പവറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഒരു ടോഡ്ലർ പീരീഡ്, ഏർലി ചൈൽഡ്ഹുഡ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പം അവിടെ അവർക്ക് അതിനെ സാധിക്കണമെന്നാണ്, അതിനെ കടന്നു പോകാൻ അവരെ ഹെൽപ്പ് ചെയ്യണം എന്നാണ് എറിക്സൺ പറഞ്ഞു വെക്കുന്നത്. ഓർ എൽസ് ആ ഒരു ഷെയിം ആൻഡ് ഡൗട്ടായിരിക്കും എപ്പോഴും ഉണ്ടാവുക. എന്നെ കൊണ്ട് ഇത് സാധിക്കുമോ, എനിക്കിത് പറ്റുമോ? അവർക്ക് അവരെ തന്നെ ഒരു സെൽഫ് കോൺസെപ്റ്റ് ഡെവലപ്പ് ആക്കുമ്പോൾ അവർക്ക് തന്നെ അവരെ തന്നെ ഡൗട്ട്ഫുൾ ആവും.
എനിക്കിത് പറ്റുമോ, അവരുടെ കോൺഫിഡൻസിൽ അവർക്ക് തന്നെ ഡൗട്ട് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ ഇല്ലാതാക്കണമെങ്കിൽ ആ ഒരു വില്ലിനെ ക്രിയേറ്റ് ചെയ്യാൻ, ആ വെർച്യൂവിനെ അക്വയർ ചെയ്ത് അതിനെ അത് കിട്ടിയിട്ട് മുന്നോട്ട് പോകാൻ അവർക്ക് പറ്റണം. അതിനെ നമ്മൾ സഹായിക്കുന്ന രീതിയിലാവണം നമ്മുടെ പാരൻറ്റിങ് എന്നാണ് എറിക്സൺ ഈ തിയറി പറഞ്ഞു വെക്കുന്നതിലൂടെ ഡീറ്റെയിലി ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. യെസ്, അപ്പോൾ നമുക്ക് വരുന്നത് ഏർലി ചൈൽഡ്ഹുഡ് പീരീഡ് ആണ്. അവിടെ 18 months to 3 years ആണ് വരുന്നത് ടൈം എന്ന് പറയുന്നത്. ഏജ് എന്ന് പറയുന്നത്, അതിൽ വെർച്യൂ എന്ന് പറയുന്നത് വില്ലാണ്. അത് ഉണ്ടായാൽ ഉണ്ടാവുന്ന നല്ല കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഓട്ടോണമി, ഒരു കുട്ടി സ്വന്തമായിട്ട് ഒരു ഓട്ടോണമി, എന്താ ഒരാൾ സെൽഫ് സഫിഷ്യൻ്റ് ആവുകയാണ് ഓട്ടോണമി ഉണ്ടാവുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനുള്ള ഒരു വില്ല് എല്ലാ നമ്മുടെ കുട്ടികളിലും ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ വില്ല് കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഉണ്ടാവുക ഓട്ടോണമിയാണ്. കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾക്ക് ഉണ്ടാവുന്ന ഒരു ക്രൈസിസ് എന്ന് പറയുന്നത് ഷെയിം ആൻഡ് ഡൗട്ട് ആയിരിക്കും. അയാളുടെ ഐഡൻറ്റിറ്റിയിൽ, അയാളുടെ കോൺഫിഡൻസിലൊക്കെ അയാൾക്ക് ഷെയിം ആൻഡ് ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. കുട്ടിയുടെ കാര്യമാണ്, കുട്ടി ആയിരിക്കുമ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. ഇതൊരു ഡെവലപ്മെൻറ്റ് ലൈഫ് ലോങ് പ്രോസസ്സ് അല്ലേ, അതിലെല്ലാം അത് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അത് നമ്മൾ ആദ്യമേ പറഞ്ഞു വെച്ചിട്ടാണ് തിയറിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അല്ലേ. യെസ്, അപ്പോൾ ആ ഒരു സെർട്ടൈൻ സ്കിൽസ് നമ്മൾ അക്വയർ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഇല്ലെങ്കിൽ അതത് പ്രശ്നങ്ങൾ മറ്റ് സ്റ്റേജുകളിൽ അഭിമുഖീകരിക്കേണ്ടതായിട്ട് ഉണ്ടാവും. യെസ്, ഇനി വരുന്നതാണ് പ്രീ സ്കൂൾ സ്റ്റേജ്. ഈ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോഴോ 3 to 6 years 3 to 6 years ആണ് നമ്മൾ പറയുന്നത്. 6 വയസ്സ് വരെ സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു കാലഘട്ടം, നമ്മളൊരു LKG UKG കാലഘട്ടമൊക്കെയാണ് നമ്മളെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം. LKG UKG പ്രായമാണ് നമ്മൾ ഈ പറയുന്ന 3 to 6 years എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്നത് അവർക്ക് ഉണ്ടാവുന്ന വെർച്യൂ എന്ന് പറയുന്നത് പർപ്പസാണ്. ഒരു പർപ്പസ് ഉണ്ട് എന്ന് തോന്നിക്കുന്നത് അവിടെയാണ്. നോക്കണേ, നമ്മൾക്കൊരു 18 years ആയിട്ടുള്ളവർ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പർപ്പസ് ഉണ്ട് എന്ന് നിനക്ക് തോന്നുന്നില്ലല്ലോ, നിനക്ക് എന്താ നിൻ്റെ ജീവിതത്തിൽ ഒരു പർപ്പസ് ഇല്ലാതെ നമുക്ക് ചോദിക്കാൻ പറ്റില്ല. എറിക്സന്റെ തിയറി പ്രകാരം അവർ പറയുന്നത് പണ്ട് ആ ടോഡ്ലർ സ്റ്റേജിൽ കഴിഞ്ഞ ഉടനെ നമ്മൾ ആ ഒരു പ്രീ സ്കൂൾ സ്റ്റേജിലാണ് നമുക്ക് ആ ഒരു സാധനം കിട്ടേണ്ടത്, ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടതെന്നാണ് എറിക്സൺ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അത് ഉണ്ടായാൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് ഇനീഷ്യേറ്റീവ്സ് ഉണ്ടാക്കാൻ അതായത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ, നമ്മളൊന്ന് ആലോചിച്ചൊക്കെ, ഫ്രണ്ട്ഷിപ്സ് ക്രിയേറ്റ് ചെയ്യാൻ, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, പല പല പരിപാടികളിൽ പങ്കെടുക്കാൻ, ഇനീഷ്യേറ്റീവ്സ് എടുക്കാൻ വേണ്ടിയിട്ട്, ഓരോരോ പ്രോഗ്രാംസിലേക്ക് തൻ്റെ കഴിവുകളെ തെളിയിക്കാനുള്ള ഓരോരോ പരിപാടിയിലേക്ക് ഇനീഷ്യേറ്റീവ്സ് അവർ കൊണ്ടുപോകുന്നത് എപ്പോഴാണ്? ഒരു പ്രീ സ്കൂൾ സ്റ്റേജിലുള്ളപ്പോഴാണ്. അപ്പോൾ അതിന് സാധിക്കണമെങ്കിൽ അവർക്ക് ഉണ്ടാവേണ്ടത് പർപ്പസിനെ മീറ്റ് ചെയ്യാൻ അവർക്ക് പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ ആ വെർച്യൂനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കുണ്ടാവും ഒരു ഇനീഷ്യേറ്റീവ്നെസ്സിനുള്ള, ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ള കഴിവ് അവർക്കുണ്ടാവും, കൃത്യമായിട്ടുണ്ടാവും. അതർവൈസ് അവിടെ ഗിൽട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഒരു ഗിൽട്ടാണ്, ഞാൻ എന്ത് ചെയ്യണമെന്നുള്ള ഒരു ഗിൽട്ടാണ് അവർക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടാവുക. യെസ്, നമ്മൾ ഈ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോവുകയാണ്. ദാറ്റ് ഇസ് ചൈൽഡ്ഹുഡിലേക്ക് എത്തി. ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ 6 years to 12 years, 12 വയസ്സ് വരെ, 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള സമയത്തിലേക്കാണ് ഇനി നമ്മൾ നോക്കുന്നത്. അവിടെ വരുന്നത് കോമ്പിറ്റൻസ് ആണ്. അതൊരു കോമ്പിറ്റൻസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഒരു സ്കൂളിലെ ബെസ്റ്റ് പെർഫോമർ ആവുക, അക്കാഡമിക്സ് അതൊക്കെ കൃത്യമായിട്ട് പോവുക, അങ്ങനെയൊക്കെയുള്ള ഒരു കോമ്പറ്റേറ്റീവ്നെസ്സിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജിലും നമ്മൾ കടന്നു പോയതിനെ തന്നെ ചിന്തിച്ചാൽ മതി, ഇത് നമുക്കൊരു ഐഡിയ ഉണ്ടാക്കി തരും. യെസ്, അപ്പോൾ ആ ഒരു കോമ്പറ്റേറ്റീവ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ എത്തിപ്പെടുന്നത് ഒരു ഇൻഡസ്ട്രി, നല്ല ആ ഒരു സ്കൂൾ ലൈഫിനെയൊക്കെ അടിപൊളിയാക്കാനുള്ള ഒരു കഴിവിലേക്കാണ് അവർ എത്തിപ്പെടുന്നുണ്ടാവുക. അതർവൈസ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, നോട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കുന്നത് അഡോളസെൻസിലേക്കാണ്. അഡോളസെൻസിലേക്ക് പോകുന്ന സമയത്ത് അഡോളസെൻസ് നമ്മൾ പറയുന്നത് 18 വരെയാണ്. 12 years to 18 years വരെയാണ് നമ്മൾ അഡോളസെൻസിനെ ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിൽ വരുന്നത് ഫെഡിലിറ്റിയാണ്. ഫെഡിലിറ്റി എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ഒരാൾക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവുക, ഈ ഒരു ഫെഡിലിറ്റീനെ അച്ചീവ് ചെയ്യാൻ അയാൾക്ക് പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവും. പറ്റാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ക്രൈസിസ് ആണ് റോൾ കൺഫ്യൂഷൻ. ഞാൻ എന്ത് റോളാണ് ഞാൻ എടുക്കേണ്ടത് എന്നുള്ളതിൽ ഒരു കൺഫ്യൂഷൻ, ഒരു ഐഡൻറ്റിറ്റിയിലുള്ള ഒരു കൺഫ്യൂഷൻ അവർക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് പറയുന്നത്. ഇനി പറയുന്നതാണ് യങ് അഡൽട്ട്ഹുഡ്. യങ് അഡൽട്ട്ഹുഡിലേക്ക് എത്തുമ്പോഴോ, യങ് അഡൽട്ട്ഹുഡിൻ്റെ ടൈം എപ്പോഴാണ്? 19 മുതൽ 40 വരെ നമ്മൾ അതിലേക്ക് പെടുത്തുകയാണ്. അപ്പോൾ 40 വയസ്സ് വരെ ആ ഒരു 20 വർഷക്കാലത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അവിടെ നമുക്ക് ലവ് എന്ന ഫാക്ടറാണ് വരുന്നത്. അവിടുത്തെ വെർച്യൂ എന്ന് പറയുന്നത് ലവ് ആണ്, സ്നേഹമാണ്. എല്ലാവരിലും സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കാനും ആഗ്രഹിക്കപ്പെടുന്ന ഒരു കാലമാണ് 20 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ നിന്നാണ് എറിക്സൺ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അവിടെ അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഡെവലപ്പ് ആവുന്ന ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇതെന്ന് പറയണത് ഇൻറ്റിമസിയാണ്.
അവർക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുക ഇൻറ്റിമസിയാണ്. അതുകൊണ്ടാണ് നമ്മൾ അച്ഛനമ്മമാരാകുന്നൊക്കെ ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അവിടെയാണ്. പിന്നെ അതർവൈസ് നമ്മൾക്കുണ്ടാകുന്നതാണ് ഐസൊലേഷൻ, നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാവും. യെസ്, ഇനി വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ അടുത്ത സ്റ്റേജ് നോക്കിയേ, മിഡിൽ അഡൽട്ട്ഹുഡ്. മിഡിൽ അഡൽട്ട്ഹുഡിലേക്ക് എത്തി നമ്മൾ. അവിടെ ആകുമ്പോൾ 40 മുതൽ 65 വരെയാണ് നമ്മളതിന് പറയുന്നത്. 65 വയസ്സ് വരെയാണ് മിഡിൽ അഡൽട്ട്ഹുഡായിട്ട് എറിക്സൺ സൂചിപ്പിക്കുന്നത്. അതിൽ വരുന്നത് കെയറാണ്. ആ ഒരു ലവ് ബിലോങ്ങിനെസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരുടെ ഒരു ബിലോങ്ങിനെസ്സിൽ ഉണ്ടാകുന്ന നമ്മുടെ കെയറിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ കെയർ വരുമ്പോൾ ഒരു ജനറേറ്റിവിറ്റി, ഒരു ജനറേഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു കെയർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ വരും. അതർവൈസ് നമുക്കുണ്ടാവുന്നതാണ് സ്റ്റേജിനേഷൻ. ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ കടന്നു പോകും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേംസ് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്താണ് അവിടുത്തെ വെർച്യു, എന്താണ് അവിടുത്തെ ക്രൈസിസ് എന്നുള്ളത് പഠിക്കുക എന്നുള്ളത്. ഇനി നമ്മൾ സീനിയറായി, നമ്മൾ ഓൾഡ് ഏജിലേക്ക് എത്തി. അവിടെ വരുമ്പോൾ 16+ ആണ് നമ്മൾ ഓൾഡ് ഏജിലേക്ക് കടത്തുന്നത്. അവിടെ വരുന്നത് വിസ്ഡമാണ്. ഒരാൾക്ക് ഉണ്ടാവുന്ന വിസ്ഡത്തിനെ കുറിച്ചാണ് നമ്മൾ അവസാനം സംസാരിക്കുക. അപ്പോൾ അവിടെ വരുന്നത് ഈഗോ ഇൻറ്റിഗ്രിറ്റി അല്ലെങ്കിൽ ഡെസ്പയർ ഉണ്ടാവാനാണ് അവിടുത്തെ ഒരു ക്രൈസിസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം അവിടേക്ക് എത്തണമെങ്കിൽ ഓരോ സ്റ്റേജിലും അതിൻ്റെതായിട്ടുള്ള സ്കിൽസ് അക്വയർ ചെയ്ത് മുന്നോട്ട് പോകാൻ അവർക്ക് പറ്റുമ്പോഴാണ് നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റുന്നത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. സോ ഇത് നോക്കിയേ, ഒന്നും കൂടെ നോക്കാം. നമ്മൾ ആ ഒരു ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞു വെക്കുന്നത്. ആ ഒരു 0 to 18 months നമുക്ക് ക്രിയേറ്റ് ആവുന്നത് ആ ഇൻഫാൻസി സ്റ്റേജിൽ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ആണ്. അവിടെ എന്താ ഉള്ളത്? ഹോപ്പാണ്. ഹോപ്പ് അല്ലേ? ഹോപ്പാണ് അവിടെ വരുന്നത്. ഇവിടെയോ ഏർലി ചൈൽഡ്ഹുഡിലേക്ക് എത്തുമ്പോൾ, ടോട്ടൽ പീരിയഡിലേക്ക് എത്തുമ്പോൾ ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഔട്ട് ആണ് വരുന്നത്. അവിടെയാണ് നമ്മൾ ഫ്രൂയിഡിൻ്റെ ടോയ്ലറ്റ് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതായത് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ വിടുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ അവർക്ക് ഉണ്ടാവുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് പ്രീ സ്കൂൾ സ്റ്റേജാണ്. ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. അവിടെ പർപ്പസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സ്കൂൾ ഏജിൽ നമ്മൾ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റിനെ കുറിച്ച് പറഞ്ഞു. അഡോളസെൻസിലേക്ക് വരുമ്പോൾ ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. അതവിടെ എന്താ പറയുന്നത്? ഫെഡിലിറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണിത്. ഡീറ്റെയിൽ ആയിട്ട് ഇനി നമുക്ക് ലൈവുകളിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് അവിടെ, എങ്ങനെയാണ് നമുക്കതിനെ ഇത് ഓരോന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റേജിൽ വരുന്നത്, ഇതിന് തൊട്ട് മുന്നത്തെ സ്റ്റേജിൽ എന്താണ് ഒരു സീരീസ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അതായത് അപ്പോൾ നമുക്ക് മിഡിൽ അഡൽട്ട്ഹുഡിൽ എന്താണെന്നുള്ളത് ഇട്ടിട്ടുണ്ടാവും. ജനറോസിറ്റി വേഴ്സസ് സ്റ്റേജിനേഷൻ. സെക്കൻഡ് വൺ കൊടുത്തിരിക്കുന്നത് ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ. തേർഡ് ഓപ്ഷൻ കൊടുത്തിട്ടില്ല, 4ാമത്താണ് പിന്നെ കൊടുത്തത് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ഇത് നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനായിരിക്കും പറയുന്നുണ്ടാവുക, ഇൻ ബിറ്റ്വീൻ വരുന്നത്. അല്ലെങ്കിൽ ഇതിനൊരു കമ്പൈൻ ചെയ്ത് ഒറ്റ ഒരു ഇതാക്കിയിട്ടു അതിനിട്ട് അതിനെ ഓർഡർ ചെയ്യാനായിരിക്കും പറയുന്നുണ്ടാവുക. മിസ്സായത് ഏതാണെന്ന് കണ്ടെത്തി അതിലേക്ക് ആഡ് ചെയ്യാനായിട്ടും പറയുന്നുണ്ടാവുക. അങ്ങനെയുള്ള പലതരം ക്വസ്റ്റ്യൻസ് നമുക്കുണ്ടാവാം. പർട്ടിക്കുലർലി ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിന് നേരെ വരുന്ന വെർച്യു ഏതാണെന്ന് ചോദിക്കാം. അവിടെ ഉണ്ടാവുന്ന ക്രൈസിസ് ഏതാണെന്ന് നമുക്ക് ചോദിക്കുന്നതാവാം. അങ്ങനെ പലതരത്തിൽ ക്വസ്റ്റ്യൻസിന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഉറപ്പുള്ള ഒരു പോർഷനാണ് സൈക്കോ സോഷ്യൽ സ്റ്റേജസ് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് തിയറിയിൽ. അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഇവിടെ എത്തി അഡോളസെൻസിലെ ഫെഡിലിറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. യങ് അഡൽട്ട്ഹുഡിലെ ലവിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട്. ഇവിടെ മിഡിൽ അഡൽട്ട്ഹുഡിലെ കെയറിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. യങ് അഡൽട്ടിലാണ് ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ ആണ് അവിടെ ഉണ്ടാകുന്ന ക്രൈസിസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മിഡിൽ അഡൽട്ട്ഹുഡിലേക്ക് എത്തുമ്പോൾ ജനറോസിറ്റി ആൻഡ് സ്റ്റേജിനേഷൻ ആണ് അവിടെ വരുന്നത്. കെയറിനെ കുറിച്ചാണ് നമ്മൾ അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. കെയറിനെ കുറിച്ചാണ് നമുക്ക് അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മെച്യൂരിറ്റിയിലേക്ക് നമ്മളെത്തി. മെച്യൂരിറ്റി മീൻസ് ഓൾഡ് ഏജിലേക്ക് നമ്മളെത്തി. അവിടെ വരുന്നത് ഈഗോ, ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പയർ. ഒരു ഡെസ്പയറോ അല്ലെങ്കിൽ ഇൻറ്റഗ്രിറ്റിയിലേക്ക് എത്തുന്നതിന് പകരം ഡെസ്പയറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും അടങ്ങുന്നതാണ് നമ്മുടെ ആരുടെ തിയറി? ആരാ തിയറി കൊണ്ടുവന്നത്? എറിക്സന്റെ തിയറി എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു. അപ്പോൾ സ്റ്റേജസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എറിക്സൺ പറഞ്ഞു വെച്ചത് ലൈഫ് ലോങ് ആയിട്ടാണ് നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ഒന്നാണ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ കൃത്യമായിട്ട് നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഈ ഒരു ടേബിളും കാര്യങ്ങളും ഓൺ ടൈം നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ലൈവുകളിലും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ ഡൗട്ട്സൊക്കെ നിങ്ങൾക്ക് ലൈവൊക്കെ വരുന്ന സമയത്ത് ചെയ്യാവുന്നതാണ്. നമ്മൾ ഡെവലപ്മെൻറ്റൽ സൈക്കോളജിയിലെ പല ഭാഗത്ത് കൂടി ഇനി പോകുന്നുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ചോദിക്കുക. അപ് ടു ടൈം ആ ഒരു ടൈം മാനേജ്മെൻറ്റിലൂടെ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് പോയിട്ടില്ലെങ്കിൽ നമുക്ക് മാർക്ക് മിസ്സാവും. എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ
ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ബൈ.